ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ് കേട്ടോ. അപ്പോൾ സേതുവും പല്ലവി ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ശ്രീഹരി അതുപോലെ തന്നെ ശ്രീഹരി നേരെ വീട്ടിലേക്ക് വരുമ്പം അച്ചോടെ കാത്തു വെപ്പുണ്ട്. ഞാൻ അവിടുന്ന് കണ്ടു ഹരി വരുന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ശ്രീഹരി ഭയങ്കര ഗൗരവത്തിലൊക്കെ ആട്ടോ വന്നിരിക്കുന്നത്. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ നോക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു. എന്താ ആദ്യമായിട്ട് കാണുവാണോ തന്നെ? എന്താ ഹരി? അപ്പം അച്ഛനെ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അച്ഛന് അഭിനയിക്കണോ? പറ. ഇന്ന് അഭിനയ രംഗത്തുള്ള പലരെ കാട്ടിലും സൗന്ദര്യമുണ്ട്. ഹരി എന്തുകൊണ്ട് എന്നോട് ഈ സത്യം നേരത്തെ പറഞ്ഞില്ല? ഹരി ആകെ ഇതായി പോയി കേട്ടോ. എവിടെയാ ഹരി ഞാൻ അഭിനയിക്കേണ്ടത്? പറഞ്ഞോ? സിനിമയിലോ അതോ സീരിയലിലോ? പറഞ്ഞോ? എവിടെയാണെങ്കിലും ഞാൻ അഭിനയിക്കാം. അപ്പോൾ അച്ഛൻ എന്നിട്ട് ചിരിക്കാട്ടോ. തൽക്കാലം സീരിയൽ അഭിനയിച്ചാൽ മതി, വേറെ എവിടെയും വേണ്ട. വെറുതെ കണ്ടു മടങ്ങുന്ന വഴി ആ പ്രൊഡക്ഷൻ കൺട്രോള് എന്നോടൊരു ചോദ്യം, സീരിയലിൽ മുഖം കാണിക്കണോന്ന്. എന്താ ചെയ്യുക, എനിക്ക് പറ്റും എന്നാണ് അയാൾ പറയണത്. ഏത് വരതാ, ഏത് സീരിയല് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിന്നേ നമ്മുടെ നൈറ്റികളൊക്കെ ആയിട്ട് ടൗണിലെ ഷോപ്പിംഗ് മാളിലൊന്ന് കയറിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സീരിയലിന്റെ ഷൂട്ടിങ് നടക്കുക. നടന്മാരെയൊക്കെ കണ്ടപ്പോ ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് ചെയ്തു. പറഞ്ഞാൽ നീ വിശ്വസിക്കൂല, 25 നൈറ്റീസാ അവിടെ മാത്രം ചെലവായത്. നമ്മുടെ വരതയില്ലേ, വരത നമ്മുടെ വരതയോ അല്ല, സീരിയൽ നടിയുടെ കാര്യമാണ് പറഞ്ഞത്. വരത എൻ്റെ കയ്യിൽ നിന്ന് നൈറ്റ് വാങ്ങി. വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഞാൻ നമ്മുടെ ആ ഡിവോഴ്സ് ഫെസ്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞു. അപ്പൊ വരതയ്ക്ക് നല്ല താല്പര്യമുണ്ട് ഫെസ്റ്റ്. എന്തിന് ഫെസ്റ്റിന് പങ്കെടുക്കാൻ? അപ്പൊ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. ആ പരിപാടിയിൽ വരത ഒരു അതിഥി ആയിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തില് ഇങ്ങനൊരു ഫെസ്റ്റ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് വരതയുടെ അഭിപ്രായം, എന്റെയും എന്ന് പറഞ്ഞു. അതെ, അല്ല നിനക്കറിയില്ലേ വരതെ? അറിയാം, അവര് നല്ലൊരു നടിയല്ലേ എന്ന് പറഞ്ഞു. എന്തായാലും വരത ഫെസ്റ്റിന് വരുന്നത് വളരെ നല്ല കാര്യമാണ് തന്നെയാ. നല്ല വാർത്താ പ്രാധാന്യം കിട്ടും പ്രോഗ്രാമിന്. എല്ലാം എൻ്റെ ഒരൊറ്റയാളുടെ കഴിവാണ്. കഴിവൊക്കെ അവിടെ നിൽക്കട്ടെ. ദേ എനിക്കറിയേണ്ടത് ആ മറുപടിയാ. പ്രൊഡക്ഷൻ കൺട്രോളർ ചോദിച്ചാലുള്ള മറുപടി പറ. ബിസിനസ്സൊക്കെ നിർത്തി അവസാനം അഭിനയിക്കാനാന്ന് പറഞ്ഞു പോവോ? അച്ചു, ഞാനോ? എനിക്കതിനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. ഞാൻ തന്നെ കുറിച്ചാ പറഞ്ഞത്. അച്ചു സുന്ദരിയല്ലേ. പിന്നെ അത് മാത്രമല്ല, ലക്ഷൻ ഓഫ് ദ ഇയർ എല്ലാ ഭാവങ്ങളും അച്ഛനുണ്ട്. അതുകൊണ്ടാ വേണമെങ്കിൽ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം. വേണ്ട, തൽക്കാലം റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അഭിനയം എന്ന് പറയുന്നതേ ഒരു കലയാ. അതിന് സിദ്ധി എന്ന് പറയുന്നൊരു സാധനം കൂടി വേണം. എനിക്കില്ല, വരതയ്ക്കുണ്ട്. വരത അഭിനയിച്ചോട്ടെ, ഞാൻ ഇപ്പൊ ജീവിക്കുന്നത് പോലെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം. മനസ്സിലായോ? പിന്നെ മേലാൽ ലൊക്കേഷൻ കാണാൻ പോയെന്ന് ഞാൻ അറിഞ്ഞ അല്ല. അത് പിന്നെ അതെങ്കിൽ അങ്ങനെ മോഹമൊന്നും ഇല്ലച്ചോ. ഉണ്ടാവരുത്. ദേ ഈ മനസ്സിലെ രണ്ട് കാര്യങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് ബിസിനസ്, രണ്ട് ഞാൻ എന്ന് പറഞ്ഞു. ആദ്യം മനസ്സിൽ നിന്ന് മാറിയ ദുർഗാഷ്ടമി വരെയൊന്നും ഞാൻ കാത്തിരിക്കില്ല. കൊല വിളിക്കും ഞാൻ. മനസ്സിലായി. അന്തമായി ഉരുക്കണം. മനസ്സിലായോ? അയ്യോ, നാഗവല്ലിയൊരു ചായട്ട് വരുവോ? എന്ന് പറഞ്ഞു അച്ഛൻ പോവാണ്. എൻ്റെ അമ്പോ, രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് പറഞ്ഞ ഹരിയം. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ് കേട്ടോ. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, വരതായും വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും പരിപാടിയുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് പിന്നെ ജേറ്റുവും നടത്തുന്ന പരിപാടിയല്ലേ, നന്നാകാതിരിക്കുവോ? അപ്പൊ ക്രെഡിറ്റ് മുഴുവൻ ജേറ്റുവുമിനാ എന്ന് പറഞ്ഞില്ല. ആശയം മേഡത്തിൻ്റെതാണല്ലോ. പക്ഷെ സമ്മതിച്ചല്ലോ, ആശയത്തിനാണ് വില. നല്ലൊരാശയം കിട്ടിയ അത് നടത്താനുള്ള ആൾ ഏറ്റവും ഇല്ലെങ്കിലും പരിപാടി നന്നായി നടക്കും എന്നാണോ? അതെ. ഇതായി ലോകത്തിന്റെ കുഴപ്പം. പ്രതിഭകളെ അംഗീകരിക്കാൻ നല്ല മടിയാ. അംഗീകരിച്ചല്ലോ, അതുകൊണ്ടാണല്ലോ താലികെട്ടിന് നിന്ന് തരാമെന്ന് സമ്മതിച്ചത്. ഭാഗ്യം, അതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. എന്താണ്, സ്റ്റേജിനടുത്ത് ഒരു സ്ക്രീൻ വെക്കണം, ഒരു വലിയൊരു TV സ്ക്രീൻ. അതില് കല്യാണ തീയതി ഇങ്ങനെ തെളിഞ്ഞു വരണം. ചിങ്ങമ്പത്തിന് ഓഗസ്റ്റ് 26-ന് ബിസിനസ് കാരണം സുന്ദരനും സൽസ്വഭാവിയുമായ സേതുമാധവനും
കോളേജ് അധ്യാപികയും സുന്ദരിയും സൽസ്വഭാവിയുമായ പല്ലവിയെ വിവാഹം കഴിക്കുന്നു. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ടാവും. പിന്നെ പുഷ്പവൃഷ്ടി എന്താ എന്താ എന്നിട്ട് ചോദിച്ചു. ആ കൊള്ളാം. അപ്പൊ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. എന്നിട്ട് അതിന്റെ ഡെമോ ഒക്കെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഭയങ്കര സന്തോഷത്തിൽ രണ്ടുപേരുടെ അവിടെ നിന്ന് പോവാണ്. ആ കൊള്ളാം, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കുറുപ്പമാവൻ നേരെ പൊന്നുമടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറുപ്പമാവനകത്തേക്ക് ചെന്നു. അപ്പോൾ പൂർണ്ണിമ ചായയൊക്കെ ഇട്ട് കൊടുത്തു. എപ്പോഴും വിചാരിക്കും കുറുപ്പിനെ കണ്ടിട്ട് നാളെ കുറേ ആയെന്ന്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ കുറുപ്പേട്ടാ? എനിക്ക് സുഖം തന്നെയാ. അല്ല പക്ഷേ അതുപോലെയല്ല നമ്മുടെ ടെക്സ്റ്റൈൽസിന്റെ അവസ്ഥ. അത് നാദനില്ലാത്ത കളരി പോലെ ആയി കിടക്കുക. പൊന്നുമടത്തിന്റെ അഭിമാനമാണ് ടെക്സ്റ്റൈൽസ്. അങ്ങോട്ടേക്ക് ആരും തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്താക്കാനാ പൂർണ്ണിമയെ എന്ന് ചോദിച്ചു. ആരെങ്കിലും സ്ഥിരമായി വരണം, അല്ലേ തന്നെ ബിസിനസ്സാ. എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. കൂർപ്പേട്ടൻ പറയുന്നതിന് ഗൗരവം എനിക്ക് മനസ്സിലാവാനിട്ടല്ല. ഋതു ആണെങ്കിൽ മെഡിറ്റേഷൻ ക്യാമ്പില. അവൾക്കിപ്പൊ ബിസിനസ്സിലൊന്നും ഒരു താല്പര്യമില്ലെന്ന് കൂർപ്പേട്ടന് നന്നായി അറിയാലോ. പിന്നെയുള്ളത് സ്വാതിയ. അവളെ പഠിക്കുകയല്ലേ. അത് ഈ സമയത്ത് ബിസിനസ് നോക്കാൻ വിട്ട പഠിത്തം കുഴപ്പം. സേതു ഉണ്ടല്ലോ, അല്ലെങ്കിൽ അച്ചു. സേതുവിന് സ്വന്തം സ്ഥാപനമില്ലേ കൂർപ്പേട്ട, അതവൻ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പൂർണ്ണിമ. പിന്നെ അച്ചുവിന്റെ കാര്യം, അച്ചു മാധവ് നൈറ്റീസുമായിട്ട് അത്യാവശ്യം തരക്കേടില്ലാതെ പോകുന്നുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അത് നോക്കി നടത്തുന്നത് ശ്രീഹരിയും അച്ചുവാ. അവിടുന്ന് അച്ചുവിനെ മാറ്റാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂർണ്ണിമ അങ്ങോട്ടേക്ക് വാ. ഇവിടെ വെറുതെ പകരം മുഴുവൻ വെറുതെ ഇരിക്കല്ലേ. അവിടെ വന്ന് ഇരുന്നാച്ചാൽ മതിയല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. നേരവും പോവും, സ്ഥാപനത്തിൽ ഒരാളാകുകയും ചെയ്യും. എനിക്ക് വയ്യ കുറിപ്പേട്ട. അസുഖങ്ങളുടെ ഒരു കൂടാ ഞാനിപ്പോ. ബിസിനസിന്റെ ടെൻഷനൊന്നും എനിക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ അച്ചുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ നോക്കിയിട്ട് അവളാ ഇതിന് പറ്റിയ ആള്. സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ സംസാരിച്ചു നോക്കാം. തീരുമാനം എന്തായാലും ഉടനെ ഉണ്ടാവണം. ഒറ്റയ്ക്ക് ഓടി ഓടി ഞാൻ തളർന്നു പൂർണ്ണിമേ. പഴയ കാലമൊന്നുമല്ല, പ്രായമായി വരിക, വിശ്രമിക്കാൻ സമയമായി എന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നുക എന്ന് പറഞ്ഞു. എന്നാ ശരി എന്ന് പറഞ്ഞു. കുറുപ്പമ്മ അവന് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ്. അപ്പൊ ഋതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഹലോ, എന്താ ഇത്ര ആലോചന എന്ന് ചോദിച്ചോ. എന്താ ജിത്തിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ ഈ ബിസിനസ് ഒക്കെ നിർത്തിയാലോ എന്ന് ആലോചിക്കാം. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അല്ലെന്നേ, എങ്ങനെയുണ്ടോ മീറ്റിങ്ങുകള്? ഒന്ന് കഴിയുമ്പോൾ വേറൊന്ന്. നമ്മളും മനുഷ്യരല്ലേ, നമുക്ക് കുറച്ചൊരു പ്രൈവസി എന്നൊക്കെ പറയുന്ന സാധനം. ദേ ഇപ്പൊ തന്നെ ഡിവോഴ്സ് ഫെസ്റ്റ് എന്ന് പറഞ്ഞോണ്ട് നമ്മൾ രണ്ടുപേരൂടെ പോകുന്നു. അങ്ങനെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്? അതെ, പക്ഷേ അത് നടക്കില്ല ഋതു എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി ജിത്ത്? ആ സമയത്ത് വേറൊരു അത്യാവശ്യ മീറ്റിംഗ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കും അത്രേ. അപ്പൊ ഞാൻ മരിച്ചുപോയി എന്ത് ചെയ്യും? ജിത്ത്, അങ്ങനെയൊന്നും പറയല്ലേ ജിത്ത്. എന്താ ജിത്ത് അങ്ങനെയൊക്കെ എന്തിനാ മരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നത്? പോസിറ്റീവായിട്ടൊന്ന് തിങ്ക് ചെയ്യുക. അതിനല്ലേ നമ്മൾ ഈ ക്യാമ്പൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തത്. അതെ, അതൊക്കെ വിട്ടുകളാ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഋതു, ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. താൻ ആദ്യമായിട്ടാ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ എനിക്ക് അതുപോലെ സാധിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ. ഒട്ടും ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, പോളണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ ക്ലയൻസ് വരികയല്ലേ, എങ്ങനെ ഒഴിവാക്കും ഞാന്? എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ. ഐ എം റിയലി സോറി ഋതു എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ മീറ്റിംഗ് ഒഴിവാക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. സാരമില്ല, അത് സാരമില്ല ജിത്ത്, വേറെയും നിവർത്തിയില്ലാത്തത് കൊണ്ടല്ലേ. ഞാൻ പല്ലവിയോട് പറഞ്ഞോളാം. അയ്യോ എന്തിന്? അതെ, അങ്ങനെയൊന്നും പറയണ്ട. തിരക്കുള്ളത് കൊണ്ട് വന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ട ഋതു. ജിത്ത് ഒരു പ്രത്യേക ടൈപ്പല്ലേ എന്നിങ്ങനെ ചോദിക്കാം. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഒരു ഇൻട്രോവേർട്ട് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. പൊതുവെ കൂടാനാണല്ലോ താല്പര്യം. സത്യം പറയട്ടെ, എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാന് പബ്ലിക്കിനെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല മടിയുണ്ട്. ഞാന് വേണമെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് എന്ന് പറയാം. അങ്ങനെ തന്നെ. അടുത്ത ഞാൻ എല്ലാവരുമായിട്ട് നന്നായി അടുക്കും, പക്ഷേ അടുക്കാനാണ് പാട്. ഇപ്പൊ കണ്ടോ, എന്നിട്ട് ഞാനുമായിട്ട് അടുത്തില്ലേ എന്ന് ചോദിച്ചു. അതെ, ഒരുപാട് അടുത്തു എന്ന് പറഞ്ഞു. സത്യം പറയട്ടെ,
സംഭവം കുറച്ച് ദിവസമായുള്ളൂ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്. എന്നിട്ടും ഒരുപാട് കാലത്തെ അടുപ്പം തോന്നുന്നുണ്ട് ഋതുവായിട്ട്. അത് വല്ല മുജ്ജന്മ ബന്ധവും വല്ല ഉണ്ടായിരിക്കും. എനിക്കും അങ്ങനെ തന്നെ അജിത്തെ തോന്നുന്നത് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലത്തെ അടുപ്പമുള്ളത് പോലെ ഒരു ഫീലാ എൻ്റെ ഉള്ളിലും. എൻ്റെ ഭാഗ്യം. അപ്പോ ഡിവോഴ്സ് ഫെസ്റ്റ് എന്നാ ശരി, അതിനൊരു സ്റ്റൈൽ ആൻഡ് ഹാൻഡ്സ് ഓഫ് പറഞ്ഞേര് എന്ന് പറഞ്ഞു. അല്ല, ലവം വരുവോ? പല്ലവിയുടെ ജീവിതം തകർത്ത ആ സൈക്കോ? ഒരിക്കലുമില്ല. അവനെ അതിനുള്ള ധൈര്യമൊന്നും അവനുണ്ടാവില്ല. അഥവാ അവൻ വന്നാല് എൻ്റെ ഏട്ടനുണ്ടല്ലോ സേതുമാധവൻ, അവന്റെ ചവിട്ടി അവന്റെ ഇഞ്ച ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കും എന്ന് പറഞ്ഞു. അതെ, അവനൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്കും ഒന്ന് കാണാമായിരുന്നു, വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ ഋതു. സത്യം പറഞ്ഞാല് അവനെ ഒന്ന് കാണേണ്ടത് തന്നെയാ. അപ്പം ഇവനെ ഒട്ടും മനസ്സിലായിട്ടില്ല. രോഗം മറച്ചു വെച്ച് അവൻ താലി കിട്ടിയത്. പാവം പല്ലവി ഒരുപാട് സഹിച്ചു അവള്. എന്ത് കഷ്ടാ. അതെ അതെ അതെ, കഷ്ടം. അല്ലേലും ശരിയാ, എന്തൊക്കെ സഹിച്ച കുട്ടിയല്ലേ. അപ്പ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. രാത്രിയായില്ലേ, മഴയും വരുന്നുണ്ട്, എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞങ്ങ് പോയി. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ പാറുവിനെയും വിശ്വത്തിനെയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മുടെ രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങോട്ടേക്ക് പോകുന്നു രണ്ടാളും എന്ന് ചോദിച്ചു. ഡിവോഴ്സ് ഫെസ്റ്റിന് പോന്നു. കാലും കൈ ഞാൻ വെട്ടിക്കളയും എന്ന് പറഞ്ഞു. എൻ്റെ മോനെ നാണം കെടുത്താൻ വേണ്ടി പരിപാടിക്ക് നിനക്കൊക്കെ പോവാൻ എങ്ങനെ മനസ്സ് വരുന്നു? കേറിപ്പോടി അകത്ത് എന്ന് പറഞ്ഞു. അപ്പൊ പാറോടെ നിന്നു. അതെ, ഞാൻ പോകും എന്ന് പറഞ്ഞു പാറു. കട്ടായം തന്നെ, എനിക്ക് ക്ഷണമുണ്ട്, ഞാൻ പോകും. പിന്നെ എൻ്റെ അനുവാദം ഇല്ലാതെ നീ പോവോ ഇവിടുന്ന്? എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അനുവാദം തന്നിട്ടുണ്ട്, അത് മതി. പോരാ, ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ വാക്കിനാണ് ഇവിടെ വില എന്ന് പറഞ്ഞു. അപ്പൊ വിഷയൊന്നും മിണ്ടാന്ന് ഇങ്ങനെ കുറച്ചു നേരം നിന്നു കേട്ടോ. അപ്പൊ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വേഗം പിന്നെ കഷ്ടം, എന്നാടി നിനക്ക് ഭർത്താവൊക്കെ ഉണ്ടായത് എന്നൊരു ഉച്ചഭാവത്തിൽ ഇങ്ങനെ ഒരു പെങ്കോതൻ. കഷ്ടം തന്നെ നിന്റെ കാര്യം. അതെ, നാണമില്ലല്ലോടാ നിനക്ക്. ഭാര്യയുടെ സാരത്തുമ്പി നടക്കൊക്കെ ഇങ്ങനെ നാണമില്ലാതെ നടക്കാൻ. ആ പരിപാടിക്ക് പോയത് കൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലേ? നിന്റെ ചേട്ടനെ നാറ്റിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണെന്ന് നിനക്കറിയാവോ? അങ്ങനെയൊന്നും ഇല്ല എൻ്റെ അമ്മേ. ഇതൊരു ബോധവൽക്കരണ പ്രോഗ്രാമാണ്. ഇതെവിടെ ആർക്കും എതിരായിട്ടല്ല. പാർട്ട്നേഴ്സിന്റെ പേര് പോലും അവിടെ യൂസ് ചെയ്യാറില്ല. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ആ പരിപാടിക്ക് പോകാൻ പാടില്ല, ഞാൻ സമ്മതിക്കില്ല. വിശ്വ, വരുന്നെങ്കിൽ വാ, സമയാവാറായി എന്ന് പറഞ്ഞു. വിശ്വ, നീ പോകരുത് എന്ന് പറഞ്ഞു രാജലക്ഷ്മി. ക്ഷമിക്കണം അമ്മ, സത്യം എന്താന്ന് മനസ്സിലാക്കാഞ്ഞിട്ടാ പറയുന്നത്. പിന്നെ സോറി അമ്മേ, ഞങ്ങൾ ഈ പരിപാടിക്ക് പോവുക തന്നെ ചെയ്യും. പറു വാ എന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരോടെ അവരങ്ങ് ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. നാണം കെട്ട് ചമ്മി നിൽക്കുകയാണ് രാജലക്ഷ്മി. അപ്പോഴാണ് ഇന്ദ്രൻ ഇറങ്ങി വരുന്നത്. ചിരിച്ചോട് വരിക കേട്ടോ. വല്ല കാര്യം ഉണ്ടായിരുന്നു രാവിലെ തന്നെ നാണം കെടാനായിട്ട്? അവര് പോകുന്നിടത്ത് പൊയ്ക്കോട്ടെ എന്നങ്ങ് വെച്ചാ പോരെ? എടാ, അവര് പോകുന്നത് അങ്ങനെ ഒരു പരിപാടി നടന്നു വെച്ചാൽ എൻ്റെ മാനൊന്നും കപ്പലേറാൻ പോകുന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. ഇന്ദ്രൻ എന്നും ഇന്ദ്രൻ തന്നെ ആയിരിക്കും, അതിലൊരു സംശയവുമില്ല. എൻ്റെ ഒന്നും രോമത്തിൽ തൊടാനായിട്ട് അവക്ക് കഴിയില്ല. പിന്നെന്താ പ്രശ്നം? എന്നാലും വിശ്വം അവളുടെ ഒപ്പം നിന്നതില എനിക്ക് സങ്കടം. എൻ്റെ പൊന്നമ്മേ, അതൊക്കെ വിട്ടുകളാ. എന്നെ കോടതിയിൽ ഒറ്റ കൊടുത്തവനവൻ. അതിലും വലുതൊന്നും അല്ലല്ലോ ഇത്. അതുകൊണ്ട് അവനിൽ നിന്ന് ഇങ്ങനെയുള്ളത് പലതും പ്രതീക്ഷിച്ചോണം, അത്ര തന്നെ എന്ന് പറഞ്ഞു. ഇല്ലടാ, ഞാനത് സമ്മതിക്കില്ല, ആ പരിപാടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് നടക്കാൻ പാടില്ല. കാണിച്ചു തരാൻ ഞാനും പോകുമ്പോ അവിടേക്ക്. എന്ത് കാര്യത്തിന്? കലക്കാൻ കാണിച്ചു തരാൻ ഞാൻ. രാജലക്ഷ്മി പോയി ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനം, അതായത് എന്താ പറയാ, ഫിറ്റ് ആവാനായിട്ട് കുറച്ച് ലിക്കറൊക്കെ എടുത്ത് അകത്തേക്ക് അടിച്ചു കയറ്റുകയാണ് കേട്ടോ. അയ്യോ, ഇതെന്താ ഇപ്പൊ ഇത് എന്ന് ചോദിച്ചു. ഇതെന്ന് തുടങ്ങി ഈ കുടിക്കാനായിട്ട്? ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ദേ, ഇത് ജിന്ന്. ഞാൻ ഇടയ്ക്ക് രാത്രി ഉറക്കം കിട്ടാതെ വരുമ്പോ ലേശം അടിക്കാറുണ്ട്, ഒരു ഇത്തിരി. എൻ്റെ അമ്മയെ ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതെന്നാ പറയാൻ നിനക്കെന്താണ് അവകാശം? ഓ, നീ മറ്റവനാണല്ലോ അല്ലേ പൊടി, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ലല്ലേ? എന്നമ്മേ, അതൊക്കെ ഞാൻ എപ്പോഴേ നിർത്തി. ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞു. അതിന്റെ മാന്യത കാണിക്കണ്ടേ? എന്നാ മോൻ മാന്യതയും കാണിച്ചു പിടിക്കുന്നു. ഡിവോഴ്സ് ഫെസ്റ്റ് നശിപ്പിച്ച് കൈ കൊടുത്തിട്ട് ഞാൻ വരാം.
അപ്പൊ വീണ്ടും വീണ്ടും രാജലക്ഷ്മി അടിച്ചങ്ങനെ കയറ്റുകയാണ് കേട്ടോ. എന്നെ ഒന്ന് അനുഗ്രഹിച്ചാടാ, ഊതണം, മണം ഉണ്ടോടാ? ഓ എൻ്റെ അമ്മോ, അതേ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചെറിയ കിക്കൊക്കെ ഉണ്ട്. എന്ത് വൃത്തികേട് കാണിക്കാന് എനിക്ക് ഒരു മഴയില്ല. പൊളിച്ചടുക്ക് ഞാൻ മോനെ. വിഷ് യു ഗുഡ് ലക്ക് എന്ന് ഈ രാജലക്ഷ്മി ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതെങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നമ്മ, ഇതെന്താ ഇത്? അതെ, ഫ്രിഡ്ജ് വെച്ചേക്കണേ, അടിച്ച് തീർത്തേക്കല്ലേ. എങ്ങനെ പോകും? ഞാൻ ടാക്സി പൊക്കോളാം. എൻ്റെ ഈശ്വര, എൻ്റെ അമ്മയിന്ന് അവിടെ മുഴുവൻ കൊളാക്കുമല്ലോ. അപ്പൊ അടിച്ച് ഫിറ്റായി രാജലക്ഷ്മി നേരെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.